Hi students, good morning. Had you have your breakfast? Okay, very good. I look of you. Then you are very so sweet and you are very smiling faces. What happened to you? All of you read your story. Okay, very good. Then I will ask some questions about this. Did you write your homework? Okay, very good. Then first of all I discuss the question answers once again. Then page number 94. What will the baby elephant do now? What will the baby elephant do now? എന്താ ഇപ്പോൾ baby elephant ചെയ്തുകൊണ്ടിരിക്കുന്നത്? പേജ് നമ്പർ 94. Then what will the baby elephant do now? The baby elephant started crying. Answer is the baby elephant started crying. Will anybody help him? Then in our previous classes we discussed a fairy heard the crying, heard his voice. അവൻ്റെ വോയിസ് കേട്ടു because he crying very loudly. At that time the fairy want to help him. She again speedily come near side, come his side, വേഗം വന്നു അവൻ്റെ അടുത്തേക്ക്. Then she അപ്പോൾ will anybody help him എന്ന് ചോദിച്ചാൽ ആരായിരിക്കും? ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ? യെസ് അല്ലേ? അപ്പോൾ ആൻസർ ഈസ് യെസ്. ഹൂ ഹെൽപ്പ് ഹിം? എ ഫയറി അല്ലേ? അപ്പോൾ ആരാണ് ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഫെയറി ആയിരുന്നു. അപ്പോൾ ഈ ഫെയറി എന്ന് പറഞ്ഞാൽ ആരാന്ന് കഴിഞ്ഞ ക്ലാസ് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു അല്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഫെയറി? ഫെയറിൻ്റെ മീനിങ് എന്തായിരുന്നു? ഏഞ്ചൽ അല്ലേ? ഏഞ്ചൽ ആയിരുന്നു. ഓക്കെ. ദെൻ വി page look the page. You are looking the page number 95. We discuss the question answers. Who do you see in the picture? Who do you see in the picture? നിങ്ങൾ ആ പിക്ചറിൽ ആരെയാണ് കാണുന്നത്? Who do you see in the picture? നിങ്ങൾ ഈ പിക്ചറിൽ ആരെയാണ് കാണുന്നത്? ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ആൻസർ അല്ലേ? ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ ഫെയറി അല്ലേ? ഒരു ഫെയറിനെ അല്ലെങ്കിൽ വി ക്യാൻ സീ ആൻ ഏഞ്ചൽ അല്ലേ? അപ്പോൾ ആൻസർ ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ ഫെയറി. പേജ് നമ്പർ 95 ആണ് കേട്ടോ. Fairy. The next one. Can the fairy make the baby elephant happy? ഈ ഫെയറിക്ക് ബേബി എലിഫൻറ്റിനെ ഹാപ്പി ആക്കാൻ കഴിയുമോ? ഫെയറി എന്ന് പറഞ്ഞാൽ എന്താ? ഫെയറി കം ഫ്രം ദ ഗോഡ് അല്ലേ? ഫെയറി എവിടുന്നാണ് വരുന്നത്? ഗോഡിൻ്റെ അടുത്തുനിന്നാണ് വരുന്നത്. ഷി വാസ് വെരി ഏഞ്ചലാണ്. ഏഞ്ചൽസിനൊക്കെ എന്തുണ്ടാവും? മാജിക് വാൻഡ് ഉണ്ടാവും. ക്യാൻ യു സീ എ വാൻഡ്? അവളുടെ കയ്യിലൊരു വാൻഡ് കണ്ടോ നിങ്ങൾ? ആ വാൻഡ് കൊണ്ട് എന്ത് പറഞ്ഞാലും എന്ത് സംഭവിക്കും? അത് അപ്പോൾ സംഭവിക്കും. സോ ദാറ്റ് ബിക്കോസ് ക്യാൻ ദ ഫെയറി മേക്ക് ദ ബേബി എലിഫൻറ്റ് ഹാപ്പി? അങ്ങനെയാണെങ്കിൽ ഈ ബേബി എലിഫൻറ്റിനെ ഹാപ്പി ആക്കാൻ ഈ ഫെയറിക്ക് കഴിയുമോ? യെസ്, ഓഫ് കോഴ്സ് അല്ലേ? എന്തായാലും കഴിയും. സോ ആൻസർ ഈസ് യെസ്. ഹൗ? എങ്ങനെയായിരിക്കും ഈ ഫെയറി ബേബി എലിഫൻറ്റിനെ ഹാപ്പി ആക്കുക? ഡു യു നോ ദ ആൻസർ? ക്യാൻ യു സേ? ഡോണ്ട് യു നോ? Don't worry. Then we discuss this answer in our next pages. Then page number 96. He, dear friend, the baby elephant heard a sweet voice. Hey, dear friend, the baby elephant heard a sweet voice. അല്ലേ? അപ്പോൾ ഈ ബേബി എലിഫൻറ്റ് കേൾക്കണ ഒരു സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് കേൾക്കണം. എന്ത് വോയിസാണ് കേൾക്കുന്നത്? ഹേ ഡിയർ ഫ്രണ്ട് അല്ലേ? ഒരു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. ഹി ഡിയർ ഫ്രണ്ട് ഹി ലുക്ക് അറൗണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഹി ഹിയർ എ സ്വീറ്റ് വോയിസ്. സോ ദാറ്റ് ബിക്കോസ് ഹി ലുക്സ് അറൗണ്ട് അല്ലേ? അവന് ചുറ്റും നോക്കാൻ തുടങ്ങി.
ഹു ആർ യു? നീ ആരാണ്? ദ ബേബി എലിഫൻ്റ് ആസ്ക്ഡ്. അല്ലേ, ബേബി എലിഫൻ്റ് ചോദിച്ചു. ഐ ആം എ ഫയറി. ഞാനൊരു ഫെയറിയാണ്. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാലോ. ഐ വിൽ ഹെൽപ്പ് യു. ദ ഫെയറി സെഡ്. അല്ലേ, ഫെയറി സെഡ്. ഫെയറി പറഞ്ഞു. ദെൻ I read this chapter once again. You look the textbook. Dear friend, the baby elephant heard a sweet voice. He looked around. Who are you? The baby elephant asked. I am a fairy. I will help you. ഞാനൊരു ഫെയറിയാണ്. So I will help you, the fairy said. Then we discuss the question answers. Look at the yellow box. What will the baby elephant tell the fairy? എന്തായിരിക്കും ബേബി എലിഫൻ്റ് ഫെയറിയോട് പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ നമ്മൾ പറഞ്ഞു ബേബി എലിഫൻ്റ് കുറേ നേരമായിട്ട് ഹി വാസ് വെരി സാഡ്. അല്ലേ, വാട്ട് വാസ് ദ റീസൺ? അവന് വളരെ സാഡാണ്. വാട്ട് വാസ് ദ റീസൺ? എന്തായിരിക്കും റീസൺ? One day he reached the pond for drinking some water. At that time he see his face in the water. Then he was so sad because he is too big and fat, 2 big ears and long nose, black in color, fat. So he was very sad. അല്ലേ, അതാണ് അവൻ്റെ സങ്കടത്തിൻ്റെ കാരണം. ദെൻ ഹൗ വിൽ ദ ഫെയറി ഹെൽപ്പ് ദ ബേബി എലിഫൻ്റ്? അപ്പോൾ അവൻ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? വാട്ട് വിൽ ദ ബേബി എലിഫൻ്റ് ടെൽ ദ ഫെയറി? അപ്പോൾ നമ്മളോട് ഇവിടെ ബേബി എലിഫൻ്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഐ ഡോണ്ട് വാണ്ട് ടു ബി ആൻ എലിഫൻ്റ്. എനിക്ക് ഒരിക്കലും എലിഫൻ്റ് ആവണ്ട. ഐ വാണ്ട് ടു ബി സംവൺ എൽസ്. എനിക്ക് വേറെന്തെങ്കിലുമൊക്കെ ആയാൽ മതി. അല്ലേ, അപ്പോൾ ഈ ബേബി എലിഫൻ്റ് ഐ വാണ്ട് ടു ബിക്കം എ ഡാഷ്. അല്ലേ, വേറെന്തൊക്കെയൊക്കെ ആവണം എന്നായിരിക്കും പറയുണ്ടാവുക. അല്ലേ, സോ വി ഡിസ്കസ് ദിസ് ആൻസർ ഇൻ അവർ നെക്സ്റ്റ് പേജസ്. ഹൗ വിൽ ദ ഫെയറി ഹെൽപ്പ് ദ ബേബി എലിഫൻ്റ്? ഹൗ വിൽ ദ ഫെയറി ഹെൽപ്പ് ദ ബേബി എലിഫൻ്റ്? എങ്ങനെയാണ് ഈ ഫെയറി ഈ ബേബി എലിഫൻറ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും നോക്കാം. അല്ലേ, we look at the next pages. Tell me your wish. അപ്പോൾ ആ ഫെയറി പറയുന്നു, ടെൽ മീ യുവർ വിഷ്. നീ നിൻ്റെ വിഷസ് ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പറയൂ. ഐ ക്യാൻ ഹെൽപ്പ് യു. ടെൽ മീ യുവർ വിഷ്. ഐ ക്യാൻ ഹെൽപ്പ് യു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാലോ. ദ ഫെയറി സ്മൈൽഡ് അറ്റ് ദ ബേബി എലിഫൻ്റ്. ആ ബേബി എലിഫൻറ്റിനോട് ചിരിച്ചുകൊണ്ട് നമ്മുടെ ഫെയറി പറയുന്നു, ഡിയർ ഫെയറി പ്ലീസ് മേക്ക് മീ എ ബേർഡ്. എന്നെ ഒരു ബേർഡ് ആക്കുമോ? അല്ലേ, അപ്പോൾ ഡിയർ ഫെയറി, എൻ്റെ പ്രിയപ്പെട്ട ഫെയറി, എൻ്റെ പ്രിയപ്പെട്ട ഏഞ്ചൽ, പ്ലീസ് മേക്ക് മീ എ ബേർഡ്. എന്നെ ഒരു ബേർഡ് ആക്കി തരാമോ? എനിക്കൊരു ബേർഡ് ആവണം. എ ക്യൂട്ട് ലിറ്റിൽ ബേർഡ്. എങ്ങനെയുള്ള ബേർഡാണ്? എ ക്യൂട്ട് ലിറ്റിൽ ബേർഡ്. ഒരു കുഞ്ഞ ബേർഡായാൽ മതി. ദ ബേബി എലിഫൻ്റ് സെഡ്. അല്ലേ, ബേബി എലിഫൻ്റ് സെഡ്. ദെൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ. പേജ് നമ്പർ 96 ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ദ ബേബി എലിഫൻ്റ് ടെൽ ദ ഫെയറി? എന്തായിരിക്കും ബേബി എലിഫൻ്റ് ഫെയറിയോട് പറഞ്ഞിട്ടുണ്ടാവുക? പേജ് നമ്പർ 96 ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തായിരിക്കും? ദ ബേബി എലിഫൻ്റ് ഷീ ടോൾഡ് ഹെർ ടു ബിക്കം എ answer. The baby elephant told her to become a bird. Become a bird. ഒരു ബേർഡ് ആവണം എന്ന് പറഞ്ഞു. എങ്ങനെയുള്ള ബേർഡ് ആവണം എന്നാണ് പറഞ്ഞത്? എ ക്യൂട്ട് ലിറ്റിൽ ബേർഡ്. അല്ലേ, ഒരു കുഞ്ഞ ലിറ്റിൽ ബേർഡ്, ക്യൂട്ടായിട്ടുള്ള ലിറ്റിൽ ബേർഡ് ആയാൽ മതി എന്നാണ് പറഞ്ഞത്. ദെൻ ഹൗ വിൽ ദ ഫെയറി ഹെൽപ്പ് ദ ബേബി എലിഫൻ്റ്? എങ്ങനെയായിരിക്കും ആ ഫെയറി ബേബി എലിഫൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക? വിൽ ദ ഫെയറി മേക്ക് ദ ബേബി എലിഫൻ്റ് എ ബേർഡ്? ഈ ഫെയറി ബേബി എലിഫൻറ്റിനെ ഒരു ബേർഡ് ആക്കുമോ?
ആക്കുമോ? If you want to know the answer, we want to read in our next pages. Okay, so we read the next pages. So before, I want to write the page number 96 in the board. Page number 96. അത് നമ്മൾ എഴുതിയിട്ടില്ലല്ലോ. So all of you look at the board. He dear friend, അല്ലേ? എന്താ പറഞ്ഞത്? He dear friend. ഫ്രണ്ടിൻ്റെ സ്പെല്ലിംഗ് എന്താ? For IEND, അല്ലേ? ഫ്രണ്ട്. അപ്പം അവിടെയുള്ള കുത്തും കോമിയൊക്കെ ഇടണം കേട്ടോ. അതൊന്നും ഇടാൻ മറക്കരുത്. The baby elephant heard HEARED heard a sweet voice, അല്ലേ? എങ്ങനെയുള്ള വോയിസാണ്? എ സ്വീറ്റ് വോയിസ്, നല്ല മധുരമുള്ള, അല്ലേ? ഏഞ്ചൽസിൻ്റെ വോയിസൊക്കെ ഇറ്റ് വാസ് വെരി സ്വീറ്റ്. ഹീ ലുക്ക്ഡ് അറൗണ്ട്, അവൻ എല്ലായിടത്തും നോക്കി, അല്ലേ? എവിടെ നിന്നാണ് ആ വോയിസ് വരുന്നത് എന്ന്. ഹീ ലുക്ക്ഡ് അറൗണ്ട്. അറൗണ്ട് മീൻസ് ചുറ്റും. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ്? AROUND. ഹു ആർ യു? എന്താ ഹു ആർ യു എന്ന് വെച്ചാൽ? ഹു ആർ യു ചോദിച്ചാൽ നീ ആരാകുന്നു, അല്ലേ? ഹു ആർ യു, നീ ആരാകുന്നു. ആർന്നുള്ളത് ടീച്ചർ അവിടെ ഫുള്ള് എഴുതിയിട്ടുണ്ട്. ബട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക് ഈസ് ടു ഷോർട്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഷോർട്ടായിട്ടാണ്. ദാറ്റ്സ് നോ പ്രോബ്ലം. അതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഫുള്ളും ഷോർട്ടൊക്കെ ആക്കി എഴുതാം. ദ ബേബി എലിഫൻ്റ് ആസ്ക്ഡ്. ദ ബേബി എലിഫൻ്റ്. ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുന്നതോടുകൂടെ നിങ്ങൾ ബേബി എലിഫൻ്റ് എന്നുള്ള സ്പെല്ലിങ് ഡോണ്ട് നോ, അതൊരിക്കലും മറക്കരുത് കേട്ടോ. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ബേബി എലിഫൻ്റ് ആസ്ക്ഡ്. ആസ്ക്ഡ് മീൻസ് ചോദിച്ചു. I am a fairy. A fairy. Fairy നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദിസ് സ്പെല്ലിംഗ്. ഐ വിൽ ഹെൽപ്പ് യു. The fairy said, what will the baby elephant tell the fairy? എന്താണ് ബേബി എലിഫൻ്റ് ഈ ഫെയറിയോട് പറഞ്ഞത്? വാട്ട് വിൽ ദ ബേബി എലിഫൻ്റ് ടെൽ ദ ഫെയറി? ഓക്കെ, സേ ലൗഡ്ലി. യെസ്, അല്ലേ? ബേർഡ് ആവണമെന്ന്. എങ്ങനെ നമ്മളത് ഇംഗ്ലീഷിൽ പറയാ? എങ്ങനെ പറയാ? ദ ബേബി എലിഫൻ്റ് ടെൽ ദ ഫെയറി ടു ബിക്കെയിം എ ബേർഡ്, അല്ലേ? ദ ബേബി എലിഫൻ്റ് tell the fairy to become a bird. Bird's spelling എന്താ? BIRD. Okay, to become a bird. The next question, how will the fairy help the elephant? എങ്ങനെയാണ് ഫെയറി എലിഫൻറ്റിനെ ഹെൽപ്പ് ചെയ്തത്? This answer we not discuss this and this page. നമ്മൾ ഈ ആൻസർ ഈ പേജിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ബിക്കോസ് ദിസ് ആൻസർ വി ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് പേജസ്. സോ യു ഡോണ്ട് റൈറ്റ് ദിസ് ആൻസർ. ദെൻ ടെൽ മീ യുവർ വിഷ്. ദെൻ പേജ് നമ്പർ 97. അതിൻ്റെ ആൻസർ എന്താണ്? ഡോണ്ട് ഡിസ്കസ് ഇൻ ദ
പേജ് നമ്പർ 97 അല്ലേ? അല്ല ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ബിക്കോസ് വി റൈറ്റ് ദ പേജ് നമ്പർ 97 ഇൻ യുവർ ബ്ലാക്ക് ബോർഡ്. ഇപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും ടീച്ചർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ യു മസ്റ്റ് റൈറ്റ് ദിസ് ആൻസർ ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ. But don't forget it. Who is the hero of the story? Yes, baby elephant is the hero of the story. Baby elephant is the hero of our story. Then page number 97. Who will help the elephant? Fairy. Who will help the elephant? Fairy. Then tell me your wish. Tell me. എന്താ tell me എന്ന് പറഞ്ഞാൽ പറയൂ. Your wish. Wish means ആഗ്രഹം അല്ലേ? Tell me your wish. I can help you. I can help. I can help you. The fairy smiled. സ്മൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? പുഞ്ചിരിക്കുക അല്ലേ? അതിൻ്റെ സ്പെല്ലിംഗ് എന്താ? SIMSMILED. സ്മൈൽഡ് അറ്റ് ദ ബേബി എലിഫൻറ്റ്. ആരോടാ ചിരിച്ചത്? ബേബി എലിഫൻറ്റിനോട് അല്ലേ? അറ്റ് ദ baby elephant. Dear fairy, please make me a bird. Please make me a bird. BIRD ബേർഡ് അല്ലേ? എങ്ങനെയുള്ള ബേർഡാണ്? ക്യൂട്ടായിട്ടുള്ള ലിറ്റിൽ ബേർഡ് അല്ലേ? കുഞ്ഞ് ബേർഡാവണമെന്നാണ് പറഞ്ഞത്. ക്യൂട്ട് ലിറ്റിൽ ബേർഡ്. The baby elephant said. Okay. Then will the fairy make the baby elephant a bird? ഈ ഫെയറി ഈ ബേബി എലിഫൻറ്റിനെ ഒരു ബേർഡ് ആക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ആക്കുമോ? ഡു യു നോ ദ ആൻസർ? നോ ഡു യു നോ? ഇഫ് യു വാണ്ട് ടു നോ ദ ആൻസർ വി read in our next pages. So we are going to the next pages. All of you take the page number 98. ഓക്കെ. അപ്പോൾ ഈ ഫെയർ എന്ത് ചെയ്യുന്നു? ലെറ്റ് യുവർ വിഷ് കം ട്രൂ, ബി എ ബേർഡ് അല്ലേ? ലെറ്റ് യുവർ വിഷ്, നിൻ്റെ വിഷ് അല്ലേ, നിൻ്റെ ആഗ്രഹം കം ട്രൂ, സത്യമാകട്ടെ. എന്താഗ്രഹമാണ്? ബി എ ബേർഡ്, ഒരു ബേർഡ് ആകുക എന്നുള്ള നിൻ്റെ ആഗ്രഹം സത്യമാകട്ടെ. ലെറ്റ് യുവർ വിഷ് come true, be a bird. Then the elephant becomes smaller and smaller. Two big ears turn into a small wings. The long trunk became a short beak. Colorful feathers appeared on his body. The elephant becomes smaller and smaller. First we say the elephant is too big. First നമ്മൾ എന്ത് പറഞ്ഞു? എലിഫൻ്റ് നല്ല വലുതാണ് എന്ന് പറഞ്ഞു. ആ എലിഫൻ്റ് എന്ത് ചെയ്തു? ദ എലിഫൻ്റ് ടേൺഡ് ഇൻ ടു സ്മോളർ ആൻഡ് സ്മോളർ അല്ലേ? അത് ദ എലിഫൻ്റ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. അത് പിന്നെ സ്മോളർ കുഞ്ഞതായി വന്നു. ബിക്കോസ് ദ എലിഫൻ്റ് സെഡ് ഹി വാണ്ട് ടു ബി എ ക്യൂട്ട് ലിറ്റിൽ ബേർഡ് വേണം, ലിറ്റിൽ ബേർഡ് ആവണം എന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് ബിക്കോസ് ദ എലിഫൻ്റ് ബിക്കെയിം ടു
smaller and smaller. Two big ears turned into a small wings. ഇനി അവൻ്റെ ഇയേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ചെവികൾ, അതെങ്ങനെയായിരുന്നു? വി സെഡ് ഇറ്റ് വാസ് ടു ബിഗ് അല്ലേ? നമ്മൾ പറഞ്ഞു അത് നല്ല ബിഗാണ്. അതിപ്പോൾ എന്തായിട്ടുണ്ട്? അത് വളരെ സ്മോളായിട്ട് ചിറകുകളായി മാറി. ക്യാൻ യു സീ? നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ കഴിയുന്നുണ്ടോ? നോക്കൂ, കണ്ടോ? അതെന്തായിട്ടുണ്ട്? സ്മോൾ വിങ്സ് ആയിട്ടുണ്ട്. ദ ലോങ് ട്രങ്ക് ബിക്കം എ ഷോർട്ട് ബീക്ക്. ഇനി അവൻ്റെ ലോങ് ട്രങ്ക്, ആ വലിയ നോസൊക്കെ, ട്രങ്കൊക്കെ എന്തായിട്ടുണ്ട്? എ ഷോർട്ട് ബീക്കായിട്ടുണ്ട്. ഒരു ചെറിയ ചുണ്ടായി വന്നു അല്ലേ? ചുണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇനി കളർഫുൾ ഫെദേഴ്സ് അപ്പിയേർഡ് ഓൺ ഹിസ് ബോഡി. അവൻ്റെ ശരീരത്തിലൊക്കെ എന്ത് വന്നു? കളർഫുൾ ആയിട്ടുള്ള ഫെദേഴ്സ് എന്താണ്? തൂവലുകൾ, നല്ല ഭംഗിയുള്ള തൂവലുകളൊക്കെ അപ്പിയേർഡ് ഓൺ ഹിസ് ബോഡി, അവൻ്റെ ശരീരത്തിൽ വന്നു. The elephant became smaller and smaller. Two big ears turned into a small wings. The long trunk became a short beak. Long trunk became a short beak and colorful feathers appeared on his body. Then what is the changes we can see the elephant? അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ ആൻസർ എഴുതാം? അപ്പോൾ നമുക്ക് എഴുതാം, അവൻ്റെ എലിഫൻറ്റിൻ്റെ ബോഡി എങ്ങനെയാണ്? സ്മോളർ ആൻഡ് സ്മോളർ ആയി അല്ലേ? the elephant became smaller and smaller. Two big ears turned into a എന്തായി? സ്മോൾ വിങ്സ്. Then the long trunk became a short beak. Colorful feathers appeared on his body. അതാണ് ചേഞ്ചസുകൾ. Then you look at the box, question answers. What happened to the four legs of the elephant? ഇനി എലിഫൻറ്റിൻ്റെ ഈ ലെഗ്സൊക്കെ എന്തായി? ഈ 4 ലെഗ്സിന് എന്താ സംഭവിച്ചത്? എന്തെങ്കിലും മാറ്റം വന്നോ? ആ 4 ലെഗ്സ് അതേപോലെയുള്ള ലെഗ് ആവുമോ ബേർഡിന് ഉണ്ടാവുക? നോ. 4 ലെഗ്സ് ഉണ്ടാവുമോ ബേർഡിന്? ഹൗ മെനി ലെഗ്സ് യു ക്യാൻ സീ ദ ബേർഡ്? 2. Only 2 അല്ലേ? ഓക്കെ, ഓൺലി 2 ലെഗ്സ് appeared on his body. Then other is disappeared. What happened to his tail? എന്താ അവൻ്റെ ടൈലിന് പറ്റിയത്? His tail is disappeared. അവൻ്റെ ടൈൽ എന്തായി? ഡിസപ്പിയർഡായി, കാണാതായി. Will he be happy? അവനിപ്പോൾ ഹാപ്പി ആണോ? Yes, the baby elephant is too happy now because he want to become a beautiful bird അല്ലേ? Now he was a beautiful bird. ഇപ്പോൾ അവന് എന്തായിട്ടുണ്ട്? ഒരു ബ്യൂട്ടിഫുൾ ബേർഡായി മാറിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടീച്ചർ ബോർഡിൽ എഴുതി തരാം, അതിൻ്റെ ആൻസറും. പിന്നെ ഇത് പേജ് നമ്പർ 98 നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിലേക്ക് എഴുതണം. അടുത്ത ആക്ടിവിറ്റിയാണ് പേജ് നമ്പർ 97 and 98. യു റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. 98 റൈറ്റ് notebook. Then question answers. 1. What happened to 4 legs of the elephant? And the answer under the it was disappeared. Then question number 2. What happened to his child? അതും അതേ ആൻസർ തന്നെയാണ്. ഇറ്റ് വാസ് ഡിസപ്പിയർഡ്. വിൽ ഹി ബി ഹാപ്പി? ആൻസർ ഇസ് യെസ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കിട്ടിയല്ലോ. സോ യു റൈറ്റ് ദ പേജ് നമ്പർ 97 and 98 in next class. Then you send a photo to me.
What happened to the four legs of the elephant? അതിൻ്റെ ആൻസർ ടീച്ചർ ഇവിടെ എഴുതി. It was disappeared. Then what happened to his tail? It was disappeared. Will he be happy? He is very happy. Then you read the textbook well. Then if you have any doubt, you call me, because in our English textbook, because I take your English textbook, some parents tell English is too tough. So if you have any doubt, you call me. Okay, ഇപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചർക്ക് വിളിക്കാം. അപ്പോൾ എന്നാലും വായിക്കാതിരിക്കരുത്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാതിരിക്കരുത്. ഓരോ ചാപ്റ്റേഴ്സും യു റൈറ്റ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് വെരി നീറ്റ്ലി. ഓക്കെ, അപ്പോൾ നീറ്റാക്കി എഴുതുക. ഡോണ്ട് വാണ്ട് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. സോ we again meet in our next class. Okay teacher, wind up this class. We meet again in our next class. So all of you thank you children.